സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ പണി ഉപേക്ഷിക്കുന്നു. ജോലിഭാരവും വരുമാനക്കുറവും ആരോഗ്യപ്രശ്നങ്ങളും മൂലമാണ് പലരും മറ്റു തൊഴിലുകൾ തേടിപ്പോകുന്നത്. സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണ മേഖലയിൽ 32,944 ഹരിതകർമ്മ സേന അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ 36-ൽ 7 പേർ ഇതിനോടകം പണി ഉപേക്ഷിച്ചു. കഷ്ടപ്പാടും വരുമാനക്കുറവും മൂലം അയ്യപ്പൻകോവിലിൽ 3 പേരും ജോലി നിർത്തി. കൂടുതൽ പേർ തൊഴിൽ ഉപേക്ഷിക്കുമെന്നും സൂചനയുണ്ട്. ഇതേ സാഹചര്യം സംസ്ഥാനത്ത് പലയിടത്തും നിലനിൽക്കുന്നു. വീടുകളിൽ നിന്ന് 50 രൂപയും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയും എന്ന കണക്കിൽ ലഭിക്കുന്ന യൂസർ ഫീ മാത്രമാണ് ഇവരുടെ വരുമാനം. 30 ദിവസം കഠിനാധ്വാനം ചെയ്താൽ ഒരു മാസം 5,000 മുതൽ 10,000 രൂപ വരെയാണ് പരമാവധി വേതനം കിട്ടുന്നത്. എസ്റ്റേറ്റ് മേഖല ഉൾപ്പെടുന്ന വാർഡുകളിൽ പണിയെടുക്കുന്നവർക്ക് 4,000 രൂപയിൽ താഴെയാണ് കിട്ടുക. മാസത്തിന്റെ പകുതി ദിവസം വീടുകൾ കയറിയിറങ്ങി മാലിന്യം ശേഖരിക്കണം. പിന്നീടിത് ലോറിയിൽ കയറ്റി തരംതിരിക്കൽ കേന്ദ്രത്തിലെത്തിക്കും. തുടർന്ന് 15 ദിവസം മാലിന്യം തരംതിരിച്ച് 50 മുതൽ 70 കിലോ വരെയുള്ള കെട്ടുകളാക്കണം. ഇത് സംസ്കരണ പ്ലാന്റിലേക്ക് അയക്കും. ലോറിയിൽ കയറ്റുന്നതും ഇറക്കുന്നതുമെല്ലാം ഹരിതകർമ്മസേന അംഗങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് ഈ ഹരിതകർമ്മസേനയിൽ പോകുന്നുള്ള വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. 15 ദിവസം ഞങ്ങൾ ഫീൽഡിൽ പോകണം. 15 ദിവസം സെഗ്രിഗേഷൻ ചെയ്യാനായിട്ട് വരണം. കുറേ വാർഡുകൾ ദൂരമുണ്ട്. അവർക്ക് വണ്ടിക്കൂലി മുടക്കി വരുന്നതും ഒരിക്കലും ലാഭമല്ല, ഇത് വെറും നഷ്ടം മാത്രമാണ്. ഇങ്ങനെ കഷ്ടപ്പാട് നിറഞ്ഞ ജോലിക്കിടയിൽ പല ദുരനുഭവങ്ങളും നേരിടേണ്ടി വരും. ജീവിക്കാൻ വേണ്ടിയാണല്ലോ എന്നോർത്ത് എല്ലാം സഹിക്കുമ്പോഴും മതിയായ വേതനം കിട്ടാത്തതാണ് ജോലി ഉപേക്ഷിക്കാൻ കാരണം. 15,000 രൂപയെങ്കിലും പ്രതിമാസം വേതനം കിട്ടണമെന്ന ആവശ്യമാണ് ഇവർക്കുള്ളത്. അമൃത ന്യൂസ്, ഇടുക്കി.